Dear students, welcome to Hindi Chamber. ഞാൻ ബാബു എൻ പനക്കൽ. കേരള സിലബസ് +2 ഹിന്ദി for ഇക്കായ് 1-ലെ തേർഡ് ചാപ്റ്റർ മേരെ ഭാരത് വാസിയോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിലേക്കാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത്. ഇതിഹാസ് കെ ആരംഭ കെ സാത്ത് ഹി ഭാരത് ने अपनी അന്തഹീന ഖോജ് പ്രാരംഭിക്കി. ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ അതിരറ്റ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അവർ ന ജാനെ കിത്തനി ഹി സദിയാം ഇസ്കി ഭവ്യ സഫലതാവും ഔർ അസഫലതാവും സെ ഭരി ഹുയി ഹെ. എത്ര നൂറ്റാണ്ടുകളായിട്ട് ഇതിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ചാഹേ അച്ഛ വക്ത് ഹോ യാ ബുര, ഇപ്പോൾ നല്ല സമയമോ ചീത്ത സമയമോ ആവട്ടെ, ഭാരതിനെ കഭി ഇസ് ഖോജ് സെ അപ്നി ദൃഷ്ടി നഹീം ഹട്ടായി. ഭാരതം ഒരിക്കൽ പോലും ഈ അന്വേഷണത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. और अपने कभी भी अपने उन आदर्शों को नहीं भूला जिसने इसे शक्ति दी. ഒരിക്കൽ പോലും തങ്ങളുടെ ആദർശത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ആജ് ഹം ദുർഭാഗ്യ കെ ഏക് യുഗ് കാ അന്ത് കർ രഹേ ഹെ. ഇന്ന് നമ്മൾ ദൗർഭാഗ്യത്തിന്റെ ഒരു യുഗം അവസാനിപ്പിച്ചിരിക്കുന്നു. അവർ ഭാരത് പുനഃ ഖുദ് കോ ഖോജ് പാ രഹാ ഹെ. ഭാരതം വീണ്ടും അതിന്റെ പുരോഗമനത്തിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആജ് ഹം ജിസ് ഉപലബ്ധി കാ ഉത്സവ മനാ രഹേ ഹെ വോ മഹജി ഏക് കദം ഹെ. ഇന്ന് നമ്മൾ നേട്ടത്തിന്റെ ഏത് ഉത്സവമാണോ ആഘോഷിക്കുന്നത് അത് കേവലം ഏക് കദം ഹെ, ഒരു ചുവടുവെപ്പ് മാത്രമാണ്. നയേ അവസരവും കെ ഖുല്ലേക്ക, പുതിയ അവസരങ്ങൾ തുറക്കുന്നതിന്റെ ചുവടുവെപ്പ് മാത്രം. ഇസുസെ ഭി ബഡി വിജയ് ഔർ ഉപലബ്ധിയാം ഹമാരി പ്രതീക്ഷ കർ രഹി ഹെ. ഇതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങളും ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷകളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ക്യാ ഹം മേം ഇത്തനി ശക്തി ഔർ ബുദ്ധിമത ഹെ കി ഹം ഇസ് അവസർ കോ സമझें और भविष्य की चुनौतियों को स्वीकार करें. ഈ അവസരത്തെ മനസ്സിലാക്കുവാനും ഭാവിയിലെ വെല്ലുവിളികളെ സ്വീകരിക്കുവാനും യോഗ്യതയുള്ള ശക്തിയും ബുദ്ധിമത്തായും നമ്മളിൽ അടങ്ങിയിട്ടുണ്ടോ? भविष्य में हमें विश्राम करना या चैन से नहीं बैठना है, बल्कि निरंतर प्रयास करना है, ताकि हम जो वचन बार बार दोहराते रहे हैं और जिसे हम आज भी दोहराएंगे उसे पूरा कर सकें. ഭാവിയിൽ വിശ്രമിക്കുവാനോ സമാധാനത്തോടുകൂടി ഇരിക്കുവാനോ നമുക്ക് സമയമുണ്ടോ? നേരെ മറിച്ച് ത്തിലൂടെ നമ്മൾ ഏത് വചനമാണോ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ആ വചനത്തെ എന്നും നിരന്തരം ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. അത് പൂർണ്ണമാകുക തന്നെ ചെയ്യും. ഭാരത് കി സേവാ കാ അർത്ഥ ഹേ ലാഖോം കരോടോം പീഡിത ലോകോം കി സേവാ കർണ. ഭാരതത്തിന്റെ സേവനം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പീഡനം അനുഭവിക്കുന്ന ജനങ്ങളെ ഉദ്ധരിക്കുക എന്നുള്ളതാണ്. ഇസ്കാ മതലബ് ഹേ ഗരീബി ഔർ അജ്ഞാനത കോ മിട്ടാന. ഇതിന്റെ അർത്ഥം ദാരിദ്ര്യവും അജ്ഞതയും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ബീമാരിയും ഔർ അവസർ കി അസമാനത കോ മിട്ടാന. രോഗങ്ങളും അവസരത്തിന്റെ അസമാനതകളും ഇല്ലാതെയാക്കുക. ഹമാരി पीढ़ी के सबसे महान व्यक्ति की यही महत्वाकांक्षा रही है कि हर एक आंख से आंसू मिट जाए. നമ്മുടെ ഏറ്റവും വലിയ മഹൽ വ്യക്തികളുടെ മഹത്വാകാംക്ഷയും ഇതുതന്നെയായിരുന്നു, ഓരോരുത്തന്റെയും കണ്ണുനീര് ഒപ്പുക എന്നുള്ളത്. ശായദ് ഏ ഹമാരെ ലിയേ സംഭവ ന ഹോ. ഇത് നമ്മളെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ जब तक लोगों की आंखों में आंसू है
और वे पीड़ित है तब तक हमारा काम खत्म नहीं होगा. എപ്പോൾ വരെയാണോ ആളുകളുടെ കണ്ണുകളിൽ നീരും പീഡനവും നിറഞ്ഞു നിൽക്കുന്നത് അതുവരെ നമ്മുടെ പ്രയത്നങ്ങൾ അവസാനിക്കുന്നില്ല. और इसलिए हमें परिश्रम करना होगा कि हम अपने सपनों को साकार कर सके. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതുവരെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. വേ സപ്നെ ഭാരത് കെ ലിയേ ഹെ. ആ സ്വപ്നങ്ങൾ ഭാരതത്തിന് വേണ്ടിയാണ്. पर साथ ही वे पूरे विश्व के लिए भी है. ഒപ്പം തന്നെ അത് ലോക നന്മയ്ക്കും കൂടി വേണ്ടിയാണ്. आज कोई खुद को बिल्कुल अलग नहीं सोच सकता क्योंकि सभी राष्ट्र और लोग एक दूसरे से बड़ी समीप से जुड़े हुए हैं. ഇന്ന് ആർക്കും തന്നെ ഒറ്റയ്ക്ക് തികച്ചും മാറി നിന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരികയില്ല. കാരണം सभी राष्ट्र और लोग एक दूसरे से बड़े समीप से जुड़े हैं. രാഷ്ട്രം മുഴുവനും രാഷ്ട്രത്തെ ജനങ്ങളും ഒത്തൊരുമിച്ച് ഇന്ന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തി കോ അവിഭാജ്യ കഹാ ഗയാ ഹെ. സമാധാനം അവിഭാജ്യമാണെന്ന് പറയുന്നു. ഇസി തരഹ സെ സ്വതന്ത്രത ഭി അവിഭാജ്യ ഹെ. അതേപോലെ സ്വാതന്ത്ര്യവും വിഭജിക്കാൻ പറ്റാത്തതാണ്. സമൃദ്ധി ഭി ഔർ വിനാശ് ഭി. സമൃദ്ധിയും വിനാശവും. अब इस दुनिया को छोटे छोटे हिस्सों में नहीं बांटा सकता. ഇനി ഈ ലോകത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളായി വേർതിരിക്കുവാൻ കഴിയുകയില്ല. हमें स्वतंत्र भारत का महान निर्माण करना है जहां उसके सारे बच्चे रह सके. हमें स्वतंत्र भारत का महान निर्माण करना है जहां उसके सारे बच्चे रह सके. നമുക്ക് സ്വതന്ത്ര ഭാരതത്തെ പരിപൂർണമായിട്ടും നിർമ്മിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ എല്ലാ കൊച്ചുകുട്ടികൾക്കും ജീവിക്കുവാൻ ഉതകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ജയ് ഹിന്ദ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഭാരതത്തിലെ ജനങ്ങളോടായിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.